ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു സ്റ്റിച്ചിനെ കുറിച്ച് പഠിക്കാനാണ് പോകുന്നത്. അതായത് ഈ ഒരു ടോപ്പിലൊക്കെ ഈ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ വരുന്ന ഈ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, നമ്മൾ ബോബിൻ എലാസ്റ്റിക് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലേ, ബോബിൻ എലാസ്റ്റിക് എന്നൊക്കെ. അത് അറിയാവുന്നവരും കാണും, അറിയാത്തവരും കാണും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇതിൽ കാണുന്നത് പോലെ നല്ല സ്ട്രെച്ചബിളായിട്ടുള്ള ഒരു മോഡലിലായിരിക്കും ഈ ഒരു ഡ്രസ്സിൻ്റെ മേൽഭാഗമൊക്കെ വരുന്നത്. നമ്മുടെ മീഷോയിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ ഇഷ്ടം പോലെ ഈ ഒരു മോഡലുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്, ഈ ഒരു സ്ട്രെച്ചബിളായിട്ടുള്ള ആ ഒരു പോർഷൻ ബോബിൻ എലാസ്റ്റിക് വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി അത് വെച്ച് ഒരു ഡ്രസ്സ് ഞാൻ തയ്ച്ചിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയൊരു ടോപ്പ് പോലെ, ക്രോപ്പ് ടോപ്പിൻ്റെ ഒക്കെ അത്രയുള്ളൊരു ടോപ്പ്, ഒരു ബ്ലാക്ക് കളർ. അതായത് ഇതിൽ തന്നെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ആ ഒരു ടോപ്പ്. ഈ ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണ്, കട്ടിങ്ങും ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നൊക്കെ വളരെ പണ്ടേ തന്നെ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. എന്നാലും ചിലർക്കൊക്കെ സംശയമുണ്ട് ഈ ഒരു സാധനം എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് എലാസ്റ്റിക്കാണ്, ബോബിൻ എലാസ്റ്റിക്. ഇതേപോലെ ത്രെഡിൽ നിന്ന് ഇത്തിരി കൂടെ കട്ടിയുള്ളൊരു എലാസ്റ്റിക്കാണ് ഗൈസ്. നൂല് പോലെ ഇരിക്കുന്ന ഈ ഒരു സാധനം നമ്മുടെ മീഷോയിലായിരുന്നാലും ഫ്ലിപ്കാർട്ടിനായിരുന്നാലും 150 രൂപയ്ക്കകത്ത് മാത്രമേ ഈ ഒരു 2 പെയറിനും കൂടെ ആവത്തുള്ളൂ. ഞാൻ അങ്ങനെയാണ് വാങ്ങിച്ചത്. അപ്പോൾ അത് ഇങ്ങനെ നല്ല ഇതായിട്ട് ഇങ്ങനെ വലിയുന്ന ഈ ഒരു എലാസ്റ്റിക് വെച്ച് നമുക്ക് ഈ മോഡൽ എങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിന് നമുക്കൊരു ബോബിൻ ഗെയ്സ് ഉണ്ടല്ലോ, അതും കൂടെ വേണം. എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു നൂല്, ഈ ഒരു എലാസ്റ്റിക് ഇടാൻ വേണ്ടി ഒരെണ്ണം മാറ്റി വയ്ക്കാൻ പറ്റി അത്രയും നല്ലതായിരിക്കും. എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ബോബിൻ ഉണ്ടല്ലോ ഇച്ചിരി ഒന്ന് ലൂസാക്കിയിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അടുത്ത നൂലിടുമ്പോഴത്തേക്ക് ഇത് ടൈറ്റ് ആക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ സ്റ്റിച്ച് നേരെ വരത്തില്ല. അതുകൊണ്ടാണ് ഞാനൊരു ബോബിൻ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ അത്രയും നല്ലതാണെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഈ ബോബിന് ഈ ഒരു മിഷൻ്റെ കൂടെ തന്നെ നമുക്കൊരു സ്ക്രൂ കിട്ടുമല്ലോ, അങ്ങനെ ഏറ്റവും ചെറുതായിട്ടുള്ള അതിൻ്റെ എൻഡ് വെച്ച് നമുക്ക് ഈ ഒരു ബോബിനെ ഒന്ന് ലൂസാക്കി കൊടുക്കണം, ഒരല്പം ഒന്ന് ലൂസാക്കി കൊടുക്കണം. ഈ ഒരു ത്രെഡ് പോകാൻ പാകത്തിന് നമ്മളുടെ ബോബിന് എപ്പോഴും നമ്മുടെ ചെറിയ നൂല് പോകാൻ പാകത്തിനായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ത്രെഡ് ഈ ഒരു എലാസ്റ്റിക് പോകാൻ പാകത്തിന് ഒരല്പം ലൂസാക്കി കൊടുക്കണം. എന്നിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത് പഴയ മെഷീനായിട്ട് എൻ്റെ കയ്യിൽ ആ ഒരു സംഭവം ഒന്ന് സ്ക്രൂ ഡ്രൈവർ അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു സ്കെയിലിൻ്റെ എൻഡ് വെച്ച് ഒന്ന് ലൂസാക്കി കൊടുക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഒരു എലാസ്റ്റിക് എടുത്ത് നമ്മുടെ ബോബിനകത്ത് വലിച്ച് പിടിക്കാതെ ഇങ്ങനെ ലൂസായിട്ട് ടൈറ്റ് ആവാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കണം. വലിച്ച് പിടിച്ച് ഇറുക്കി ടൈറ്റ് ചെയ്ത് ചുറ്റി കൊടുക്കാതെ നമ്മൾ ലൂസായിട്ട് ചുറ്റണം. നമുക്ക് ആവശ്യമുള്ള ഭാഗം വെച്ച് നമുക്കിങ്ങനെ കുറച്ച് ബാലൻസ് വെച്ചൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ബോബിനകത്തൂടെ നമുക്ക് കയറ്റി കൊടുക്കണം. ഈ ഒരു ത്രെഡ് ബോബിനകത്തൂടെ കയറി കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ബോബിൻ ലൂസാക്കി കൊടുക്കണം, ബോബിൻ ഗെയ്സ്. ഇനി നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും നമ്മുടെ ആൻറ്റി ക്ലോക്ക് വൈസിലോട്ട് പോവാതെ ക്ലോക്ക് വൈസായിട്ട് ചുറ്റി വരുന്ന രീതിയിൽ വേണം എപ്പോഴും നമ്മൾ, അതായത് നമ്മൾ ക്ലോക്ക് കറങ്ങൂല അതേപോലെ ആ ഒരു രീതിയിൽ വലത്തോട്ട് കറങ്ങുന്ന രീതിയിൽ വേണം എപ്പോഴും നമ്മൾ നൂല് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതും അതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം സാധാരണ നൂലിടുന്ന അതേ മെത്തേഡിൽ തന്നെ ഇതിനെ ഒന്ന് അടിയിലോട്ട് നമുക്ക് വെച്ച് കൊടുക്കണം. അതിന് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ സാധാ പോലെ തന്നെ ചെയ്ത് കൊടുക്കണം. ഈ ചുറ്റണ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചു കൊടുത്താൽ മതി. അതിൽ വെച്ചതിന് ശേഷം നമ്മുടെ സാധാ നൂലുണ്ടല്ലോ, നമ്മൾ ഏത് കളറാണോ ആ കളർ നൂല് നമുക്ക് സൂചി വഴി എപ്പോഴും കോർക്കുന്നത് പോലെ തന്നെ കോർത്തെടുക്കാം. ഇനി നമുക്ക് ആദ്യം തന്നെ ഒരു പഴയ തുണി എടുത്ത് വെച്ച് നമ്മളെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കണം കറക്റ്റായിട്ട് വരുന്നുണ്ട്. കാരണം കുരുക്ക് വീഴും, നമ്മൾ ഫസ്റ്റായിട്ട് ഇതിങ്ങനെ നൂലിൽ എടുക്കുമ്പോഴത്തേക്കും കുരുക്ക് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പഴയ തുണി വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് സ്മൂത്ത് ആക്കിയതിന് ശേഷം നമുക്ക് ഏതാണോ ആ തുണി അതിലോട്ട് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. സാധാ നമ്മൾ കൊടുക്കുന്നത് പോലെ തന്നെ യാതൊരു വ്യത്യാസവും ഇല്ല. ജസ്റ്റ് ഒരു കുരുക്കിട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുക. പിന്നെ വലിച്ച് പിടിക്കാനൊന്നും നോക്കണ്ട, അതെങ്ങനെ വരുന്നോ അതേപോലെ തന്നെ നമ്മളങ്ങ് വിട്ടു കൊടുക്കുക. തുണി വലിച്ച് പിടിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ അവിടെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കുഞ്ഞായിട്ട് വന്നിരിക്കുന്നത്, അത് ഒരു തവണ ഇങ്ങനെ തച്ചതിന് ശേഷം വീണ്ടും തിരിച്ച് താഴോട്ട് നമ്മൾ കറക്കി ഇതേപോലെ ഒന്ന് സൂചി വെച്ചിട്ട് വീണ്ടും നമ്മൾ തച്ചതിൻ്റെ ഇങ്ങോട്ട് ഒരു ചെറിയ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പോ, തീരെ ഗ്യാപ്പ് കുറഞ്ഞാൽ അത്രയും ഭംഗിയായിരിക്കും. ഗ്യാപ്പ് കൂടുന്നതനുസരിച്ച് ഭംഗി ചേഞ്ച് ആവുകയും ചെയ്യും, ഭംഗി കുറയുകയും ചെയ്യും. അത് നമ്മൾ ആ ഫ്രണ്ട് ആ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇച്ചിരി ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് ഇങ്ങനെ ക്രിസ് ക്രോസ് അല്ലല്ല, ഇങ്ങോട്ട് മേളിൽ തൊട്ട് താഴെ വരെ നമ്മൾ തുണി സ്റ്റിച്ച് ചെയ്യണം. പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നോർമൽ എടുക്കുന്നതിനേക്കാളും ഒരിരട്ടി തുണിയും കൂടെ എടുക്കണം.
ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ തുണിയെല്ലാം കൂടെ ചുരുങ്ങുമല്ലോ. അതായത് ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ യോക്ക് പാർട്ടിലെ വീതി, അതായത് വണ്ണം 10 നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരു 20 എടുക്കണമെങ്കിൽ ചുരുങ്ങി കറക്റ്റ് 10 വരുള്ളൂ. പിന്നെ അത് സ്ട്രെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പെർഫെക്റ്റ് ഷേപ്പിൽ ഇരിക്കും. എന്നിരുന്നാലും ആ ഒരു രീതിയിലാണ് നമ്മൾ തുണി എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഒരു ക്രോപ്പ് ടോപ്പ് ചെയ്യുന്ന ഇത് വെച്ച് ചെയ്യുന്നത് തന്നെ അളവും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളത് കണ്ടു നോക്കിയാൽ ഞാൻ ഈ വീഡിയോയുടെ അവസാനം ആ ഒരു വീഡിയോ കൊടുത്തിരിക്കാം. അപ്പോൾ പിന്നെ അത്ര ഗൈസ് കണ്ട ഇതേപോലെ വരും. ഫ്രണ്ട് സൈഡ് ഇതേപോലെ, ബാക്ക് സൈഡ് അതിൽ കണ്ടതുപോലെ. നമ്മളിപ്പോൾ ഈ ഒരു തുണിക്കാണെങ്കിൽ ബ്ലാക്ക് വെച്ചാലും ഓക്കെ ആയിരിക്കും. ബ്ലാക്കും വൈറ്റ് നമുക്ക് തുണി അനുസരിച്ച് മാറിയും തിരിഞ്ഞ്. പിന്നെ തയ്ക്കുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ നല്ല വശത്ത് തന്നെ തയ്ക്കണം. നമ്മളെപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബാക്ക് വശത്തല്ലേ ചീത്ത വശമല്ലേ വെക്കുന്നത്. പക്ഷേ ഇതിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല വശത്തു കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യണം. അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. എന്തെന്ന് വെച്ചാൽ അത് നല്ല വശത്താണ് ഈ ഒരു സ്റ്റിച്ച് വരുന്നത്. പുറം വശത്ത് ഞാൻ തിരിച്ച് കാണിച്ചില്ല, അതേപോലെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ ഒരു സ്റ്റിച്ച് നല്ല വശത്ത് വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം നമുക്ക് എത്ര അളവിനാണോ അതൊന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുക, അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് ചോക്കൊക്കെ ആണെങ്കിൽ ലൈനൊന്ന് മായ്ച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ പിന്നെ ഗൈസ് അത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, എന്തെങ്കിലും ഒരു ഇച്ചിരിയെങ്കിലും ഉപയോഗമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റിച്ചിങ് പഠിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകണ്ട. ടാറ്റാ.